ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയിട്ടുണ്ടോ? ഒരു ഭീഷണി രൂപത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ ഒലിച്ചു പോകുമെന്നെല്ലാമാണ് ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം SDP ജമാഅത്തെ ഇസ്ലാമി, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ്, അങ്ങനെ നിരന്തരമായ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനുള്ള കാരണം എന്തായിരിക്കും? 2024 ശേഷമാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ നിലപാടുമായിട്ട് CPM-ൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നത്. 2024 ശേഷം CPM പരിശോധിക്കുമ്പോൾ ഒരു സീറ്റ് മാത്രമാണ് CPM-ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റേ ഉള്ളെങ്കിൽ ഒരു സീറ്റ് മാത്രമാണ് ഇപ്രാവശ്യം ലഭിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് 19 അല്ലെങ്കിൽ ഒരു സീറ്റ് മാത്രമായതിൻ്റെ കാരണം ഒരു പക്ഷേ ശബരിമല വിഷയം അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണമായിരുന്നു. അത് UDF-ൻ്റെ ഭാഗമായിട്ട് പോവുകയും അതിനകത്ത് ഈ ഹിന്ദു വോട്ടുകളും ഈ പറയുന്ന സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളിലൂടെ വന്നപ്പോഴാണ് ഈ പറയുന്ന പാട്ടുപാടി നടന്ന ഈ പറയുന്ന രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ജയിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അപ്പം ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വളരെ കൃത്യമായിട്ട് പാർട്ടി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പഠനമനുസരിച്ച് എത്ര വന്നാലും ഇവിടെ കൃത്യമായ വോട്ട് നടക്കുകയാണെങ്കിൽ പാർട്ടിയുടെ സ്വാധീനമെടുത്ത് മണ്ഡലങ്ങൾ 10 സീറ്റാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട്, കാരണം അവർ ചെയ്ത പണികളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്നുള്ള രീതി പിണറായി വിജയൻ മനസ്സിലായി. അതായത് നോക്കിയപ്പോൾ വളരെ കൃത്യമായൊരു ധ്രുവീകരണം. അതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും പിണറായിക്ക് പോലും മനസ്സിലാവുന്നില്ല. കാരണം മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് നിന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതിന് പിണറായിയുടെ പാർട്ടിയും അല്ലെങ്കിൽ പിണറായി വിജയനും ശ്രമിച്ചതുപോലെ ഇവിടുത്തെ കോൺഗ്രസ് പോലും ശ്രമിച്ചിട്ടില്ല, മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഹമാസിൻ്റെ വിഷയമൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രകടനവും അല്ലെങ്കിൽ പൊതുസമ്മേളനവും ഈ പ്രകടനത്തിനും പൊതുസമ്മേളനത്തിനും ഒക്കെ വേണ്ട പിന്തുണ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുടെയും ഭാഗത്തു നിന്നും അത്തരത്തിൽ പിന്തുണ ഉണ്ടാകുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പല സംസാരിക്കേണ്ടി വരും. എന്നാലും ഈ പറഞ്ഞതുപോലെ അവർ ഇതുപോലുള്ള പ്രകടനങ്ങളൊന്നും നടത്തില്ല. എന്നിട്ടും ഇലക്ഷൻ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ മുസ്ലിം വോട്ടുകൾ ഒന്നടങ്കം UDF-ലേക്ക് പോയി. അതിനകത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആണ് പിണറായി വിജയൻ മനസ്സിലായി. ആ കൃത്യമായിട്ട് UDF-ലേക്ക് ആ മുസ്ലിം വോട്ടുകൾ പോകുന്നത് മാത്രമല്ല, LDF-ന് പറ്റിയ മറ്റൊരു പരാജയം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമായിട്ട് നിന്നുകൊണ്ട് അതിനകത്ത് നിന്ന വോട്ടും ഒലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. 2 രീതിയിലുള്ള നഷ്ടമാണ് അവർക്കുണ്ടായത്. അതായത് ഒന്നിൻ്റെ പുറകെ പോയിട്ട് അതിനകത്തുനിന്ന് ഗുണമൊന്നും ഉണ്ടാവുകയും ചെയ്തില്ല. അതിൻ്റെ പുറകെ പോയത് കൊണ്ട് സ്വന്തം പാർട്ടിക്കാർ പോലും ആ പാർട്ടിയെ തിരിഞ്ഞു കൊത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അതായത് അതിനകത്ത് നിന്ന് പിണറായിക്കും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന CPM-ന് മനസ്സിലായത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലുടനീളം മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടെന്നും ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന പാർട്ടി അത് ദേശീയ പാർട്ടിയായിട്ടുള്ളത് കോൺഗ്രസ് ആണെന്നും അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ മൊത്തം വോട്ട് ചെയ്താൽ മതിയെന്നും തീരുമാനിക്കുന്ന രീതിയിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ത്യയിലുടനീളം വളർന്നു. അത് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന കേരളത്തിലാണെന്ന് മനസ്സിലായി. ഇതാണ് തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് ഈ പിണറായി വിജയനെ കൊണ്ട് ഇത്തരത്തിൽ സംസാരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംവിധാനം എല്ലായിടത്തും കടന്നു കയറാൻ വേണ്ടി ശ്രമിക്കും. അതൊരു പ്രത്യേക പാർട്ടിയാണെന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ഭാഗമെന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഓരോ പാർട്ടിക്കകത്തും അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് ഉരുത്തിരിച്ചെടുക്കുകയും ആ ഉരുത്തിരിച്ചെടുക്കുന്ന ആൾക്കാരിൽ കൂടി അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ഏറ്റവും കൂടുതൽ നടപ്പാക്കിയെടുക്കാൻ സാധിക്കുന്നതും അവർ ഉരുത്തിരിച്ച ആൾക്കാരെ വെച്ചിരിക്കുന്നതും കാലാകാലങ്ങളായിട്ട് UDF-നകത്താണ്. അതുകൊണ്ട് UDF-നകത്ത് അത് നടപ്പാവുന്നത് പോലെ ഒരു പക്ഷേ LDF-നകത്ത് നടപ്പാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് LDF-ൻ്റെ ഭാഗമല്ലാതാവുന്നത്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് 2014 തൊട്ട് വരുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ മാറ്റി നിർത്തുന്നതിന് 2019 മാറിപ്പോകുന്നതുകൊണ്ട് അവർ മാറിയിട്ടില്ല. ഇനി അതിനെ മാറ്റിയേ മതിയാവും. അതിന് ഏറ്റവും യോഗ്യമായത് UDF-ആണ്.
മാത്രമല്ല ഇപ്പം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഒരുപക്ഷെ CPM-നെ സഹായിക്കുന്ന ഭാഗമായിട്ട് വരുന്നു വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചതെന്ന് പറഞ്ഞാൽ അതും അവിടെ യുദ്ധപരമായിട്ട് ചെയ്തതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം CPM-ൻ്റെ ഭാഗമായിട്ട് നിന്നാൽ മറ്റേനെക്കാട്ടി എന്ത് കാര്യവും നടപ്പാക്കുന്നതിന് കരുത്തുള്ള പാർട്ടി CPM-ഓ. ഇപ്പോൾ CPM അതിന് തടയിടത്തില്ല, അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർ ഈ പറയുന്നത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വളരെ കൃത്യമായിട്ട് നടപ്പാക്കും. CPM-ൻ്റെ ഭാഗമാവുന്നത് കൊണ്ട് വേറെ എതിർക്കാൻ ആൾക്കാർ ശക്തമായ എതിർപ്പ് വരത്തില്ല. എനിക്കൊരു സംശയം, CPM-ന് പൊളിറ്റിക്കൽ ഇസ്ലാം താല്പര്യമുണ്ട്, പക്ഷേ അവരുടെ ഈ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, ഈ പിന്നോക്ക വിഭാഗം, അവരുടെ ഈ അവർ BJP-യിലേക്ക് ഒഴുകിയതായിരിക്കുമോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ? പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല താല്പര്യമുള്ളൂ, CPM-ന് ഇസ്ലാമിക വോട്ടുകൾ താല്പര്യമുണ്ട്. കാരണം ഇപ്പം നിൽക്കുന്ന വോട്ടിൻ്റെ കൂടെ ഒരു 2-3% വോട്ട് വന്നാൽ, കാരണം അതാണ് അതിനകത്ത് കണക്കൂട്ട് തെറ്റുമെന്ന് ഞാൻ പറഞ്ഞത്, 2-3% വോട്ട് വന്നാൽ ഒരിക്കലും CPM-ന് അധികാരത്തിൽ നിന്ന് മാറത്തില്ല. കാരണം ഈ നിൽക്കുന്ന ഹിന്ദു വോട്ടുകളുടെ കൂടെ ഇത് വന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല. CPM താല്പര്യപ്പെട്ട് ഇസ്ലാമിക വോട്ടുകൾ താല്പര്യപ്പെട്ടു. പക്ഷേ ഇസ്ലാമിക വോട്ടുകൾ അവർക്ക് കൊടുക്കാം, ഇസ്ലാമിക വോട്ട്. അത് ഏറ്റവും വലിയ അപകടം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പറയാതിരുന്നാലും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നമ്മളെ ഇപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാക്കി തരുന്നത്. ഈ പറയുന്ന 10% മാത്രമേ മുസ്ലിം തീവ്ര സ്വഭാവം ഉള്ളവരുള്ളെന്ന് പറയുമ്പോൾ ഈ തീവ്ര സ്വഭാവമുള്ള 10% നിയന്ത്രിക്കുന്നതിലേക്ക് ഒരു മുസ്ലിം സമൂഹം മൊത്തം മാറുന്ന രീതിയിലേക്ക് പോവുക. അതിപ്പോൾ പാലക്കാട് കണ്ടു കഴിഞ്ഞു, മറ്റ് പല ഇലക്ഷനിലും കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ മുസ്ലിങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി SDPക്കാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും ഒക്കെ സാധിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലേക്ക് വരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗ് പോലും ഇപ്പോൾ അവരുടെ ഭാഗമായിട്ട് നിൽക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നത് വളരെ അപകടമാണ്. ആ രീതിയിലേക്കുള്ള പോക്കിന് ഇന്ന് കേരളത്തിൽ തടയിടുവാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും BJP ഒന്നും CPM-ഓ. CPM-ന് മനസ്സിലായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഇതിൻ്റെ പുറകെ മുസ്ലിം വോട്ടിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല, അതിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരിക്കലും ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഹിന്ദു വോട്ടുകളെ എങ്കിലും അവിടെ നിലനിർത്തിയില്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടായിരിക്കാം ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നത്. അതിനെ നിലനിർത്തിയില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നാളെ കാലത്ത് യാതൊരു കാരണവശാലും ഇതുവരെ BJP-യെ തോൽപ്പിക്കുന്നതിന് സഹായമായിട്ട് നിന്നിട്ടുള്ള CPM കോൺഗ്രസിനെ സഹായിച്ച് പലയിടത്തും BJP തോൽപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെ പലയിടത്തും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിന് ഇനിയും CPM തയ്യാറാവത്തില്ല. കാരണം CPM അതിന് തയ്യാറാവാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നത്. നാളെ കാലത്തെ ഇത് അവരുടെ അതുകൂടി ഇല്ലാതെ കോൺഗ്രസിനെ നിലനിർത്താതെ അവനവൻ്റെ ഭാഗം നിലനിർത്തി പോകുന്ന ഒരവസ്ഥ. അതിനകത്ത് കോൺഗ്രസ് ആയാലും ഈ പറയുന്ന BJP ആയാലും CPM-നൊന്നുമില്ല. CPM-ൻ്റെ ഭാഗമായിട്ട് നിന്നാൽ മതി. BJP വളർന്നു വരുന്നതാണ് ഒരുപക്ഷെ CPM-ന് കോൺഗ്രസിനെക്കാട്ടി നല്ലത്. കാരണം ഈ ഏറ്റവും ആദ്യം അവർ നശിപ്പിക്കാൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഏറ്റവും ആദ്യം നശിപ്പിക്കാൻ പോകുന്ന ഒന്ന് BJP, രണ്ടാമത് നശിപ്പിക്കാൻ പോകുന്ന CPM-ആണ്. അവരുടെ ഐഡിയോളജിക്കകത്ത് നശിപ്പിക്കേണ്ടതിനകത്ത് ഒന്നാമത്തെ പേരെഴുതി വെച്ചേക്കുന്ന ഭാഗത്തേ ഉള്ളൂ BJP, രണ്ടാമത്തെ ഭാഗത്ത് കമ്മ്യൂണിസം തന്നെയാണ്. അപ്പോൾ അതവർക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രീതിയിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതിനെതിരെ വളരെ കൃത്യമായിട്ട് പ്രശ്നമുണ്ട്. ഏറ്റവും കഴിഞ്ഞ ദിവസവും പറഞ്ഞു, 2024 ശേഷം ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ SDPയും PFIയും ഒക്കെയാണ് പാലക്കാട് ഇലക്ഷൻ നിയന്ത്രിച്ചത്. അല്ലെങ്കിൽ പാലക്കാട് ഇവർ തന്നെയാണ് വയനാട്ടിൽ ഇലക്ഷൻ നിയന്ത്രിച്ചത്. അല്ലെങ്കിൽ ഇവർ തന്നെ ചേലക്കരയിൽ പല ശ്രമങ്ങളും നടത്തി. ഇത് അപകടകരമായ രീതിയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും മുസ്ലിം തീവ്രവാദികളുടെയും കൂടെയാണ് UDF എന്ന് പറയുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാന്ന് പറയുമ്പോൾ കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് സംസാരിച്ചു. അതിനു മുമ്പത്തെ പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി തങ്ങളെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഷാജി ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വന്ന് തങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രി ആര് പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും ഞങ്ങൾ കാണിച്ചു തരുന്ന രീതിയിലേക്ക് സംസാരിക്കുന്ന രീതിയിലേക്ക് പോയി. അത് ജനാധിപത്യ മര്യാദയ്ക്കപ്പുറം അത് ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് അതിനകത്തൊരു ഒതുക്കം വന്നത്. അതായത് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ തങ്ങളെ ഇവിടുത്തെ ഏത് പാർട്ടിക്കാരനും വിമർശിക്കാൻ പറ്റും. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരനെ സുരേന്ദ്രനെ വിമർശിക്കാൻ പറ്റുന്നുണ്ടല്ലോ, KPC പ്രസിഡന്റിനെ സുധാകരനെ വിമർശിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പിണറായി വിജയനെ വിമർശിക്കാൻ പറ്റുന്നുണ്ട്, നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷിനെ വിമർശിക്കാൻ പറ്റുന്നത്. എന്താ തങ്ങളെ വിമർശിക്കാൻ പറ്റുക? തങ്ങളെ വിമർശിക്കാൻ പറ്റുന്ന തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ നേതാവാവണ്ട.
ഇവിടുത്തെ ഈ കേരളത്തിലെ ഒരു വളരെ വലിയ വിഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് ആയി മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ നേതാവായിട്ടിരിക്കുമ്പോഴും ഭരണസില കാര്യങ്ങൾ ഇടപെടുമ്പോഴും അയാൾ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അയാളെ വിമർശിച്ചാലെന്ന പ്രശ്നം. അയാളെ വിമർശിച്ചപ്പോൾ വിമർശിക്കുന്നവനെ കൈകാര്യം ചെയ്ത് കളയും എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്ന ഒരു ശൈലിയും ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു KT ജലീലിൽ കൂടിയും പല നേതാക്കന്മാരിൽ കൂടിയും വെളിയിൽ വരുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഉതകുന്നതല്ല. അതിൻ്റെ അർത്ഥം വേറെയാണ്. അതിൻ്റെ അർത്ഥമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അതിൻ്റെ അർത്ഥമാണ് അപകടകരമായ ഒരു പോക്ക് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് ഈ PC ജോർജ് പറയുന്നത്. അത് PC ജോർജ് പറയുമ്പോൾ PC ജോർജിനെ അങ്ങ് മോശക്കാരനാക്കി ഏതിനും അഭിപ്രായം പറയുന്ന ഒരു കോമാളിയാക്കി ചിത്രീകരിക്കുന്നു. അത് പിണറായി വിജയൻ പറയുമ്പോൾ പിണറായി വിജയനെ വിരട്ടുന്ന രീതിയിലേക്ക് പോകുന്നു. പിണറായി വിജയൻ്റെ അടുത്ത് കുഞ്ഞാലിക്കുട്ടി പറയുന്നു, നിങ്ങളുടെ കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? എവിടുത്തെ മുസ്ലിമിനെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും തങ്ങളെയും ഒക്കെ വിമർശിച്ചാൽ പാലക്കാട് പൊളിറ്റിക്കൽ ഇസ്ലാം ഇടപെട്ടെന്ന് പറഞ്ഞാൽ, പാലക്കാട് SDPIക്കാരൻ ഇടപെട്ടെന്ന് പറഞ്ഞാൽ, പാലക്കാട് ജമാഅത്തെ ഇസ്ലാമി ഇടപെട്ടെന്ന് പറഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുമെന്ന് പറഞ്ഞ് വിരട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് കുഞ്ഞാലിക്കുട്ടിയും അതിൻ്റെ പാർട്ടിയും ഒക്കെ പോയതിൻ്റെ പേര് തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പോൾ ഞങ്ങളിവിടെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങളും ജയിക്കുന്നത് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ്. നാളെ കാലത്ത് അതുണ്ടാവത്തില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. ഏത് രാഷ്ട്രീയ പാർട്ടിയെയും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഒരു സമുദായത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ്, അതാണ് അൻവറിൽ കൂടി നമ്മൾ കേട്ടത്, അതാണ് ജലീലിൽ കൂടി നമ്മൾ കേട്ടത്. അൻവറിൽ കൂടിയും ജലീലിൽ കൂടിയും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന സംസ്ഥാനം മലപ്പുറമാണെന്ന് പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്ന ഒരു മുസ്ലിം ലീഗാണെന്ന് പറയുമ്പോൾ, അതിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സ്വരം വന്നത്. ശരിയായാലും തെറ്റായാലും ആ ഒരു സമൂഹത്തെ അവർ ചെയ്യുന്നതെല്ലാം വെളിയിൽ പറയാതെ ഗോപ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിൽ വെളിയിൽ പറയാൻ ആർക്കും അനുവാദമില്ലാത്ത രീതി, അതിനെ വിമർശിക്കുന്നവരെ ഏത് മാർഗത്തിൽ കൂടിയും ഒറ്റപ്പെടുത്തുന്ന രീതി, അതിന് കൂട്ടു നിൽക്കുന്ന മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന രീതി, ഈ രീതിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് വളരെ അപകടമാണ്. ഇത് കേരളത്തിൽ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നവരെ അവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് പല രീതിയിലാണ് മാധ്യമങ്ങളിൽ കൂടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. അതിനുവേണ്ടി സംസാരിക്കാൻ പലരെ നിയോഗിക്കും. അതിനുവേണ്ടി നമ്മൾ സമൂഹത്തിൽ ന്യായമായിട്ട് സംസാരിക്കുന്നവരാണെന്ന് തോന്നുന്നവരെ അവർ കാശ് കൊടുത്ത് വിലക്കെടുക്കും. അവരെങ്കിൽ മാധ്യമങ്ങളെ വിലക്കെടുക്കും. ഈ രീതിയിലേക്ക് പോവുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഈ ബൈ-ഇലക്ഷനിൽ കൂടി ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഈ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള സാധനം വളരെ വ്യക്തമായി കഴിഞ്ഞു. അത് വെളിയിൽ കൊണ്ടുവരുന്നത് BJP ആണ്. അപ്പോൾ BJP പൊളിക്കാൻ ശ്രമിക്കുന്നു. BJPക്ക് അകത്ത് കയറി വിഷയങ്ങളുണ്ടാകുന്നു. BJPയും സന്ദീപരെ വിലക്കെടുക്കുന്നു. BJPക്ക് അകത്ത് പ്രശ്നങ്ങളാണെന്ന് മാധ്യമങ്ങൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിനകത്തുള്ള കുറേ നേതാക്കന്മാർ അത് ശരിയാണെന്നുള്ള രീതിയിലേക്ക് പെരുമാറുന്നു. ഇതെല്ലാം വളരെ അപകടമായിട്ട് ഇത് ഒരുപക്ഷെ ഇവരുടെ കളിയാണെന്ന് വളരെ പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ BJPക്കോ മനസ്സിലാവത്തില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും അതിനകത്ത് ഇടപെടുകയൊക്കെ തന്നെ എന്ന് വിചാരിക്കും. ഏതായാലും പിണറായി വിജയനെ വിരട്ടിയാൽ വിരളുന്ന ഒരു നേതാവല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനും ആ കാര്യത്തിൽ നമ്മൾ പിണറായി വിജയൻ്റെ ഭാഗം നിന്ന് സംസാരിച്ചേ പറ്റുകയുള്ളൂ. പിണറായി വിജയനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വിരട്ടിയാലോ ഒന്നും അദ്ദേഹത്തിൻ്റെ രീതികളോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോ മാറിയൊരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. അപ്പം കുഞ്ഞാലിക്കുട്ടി ഏത് ഇസത്തിൻ്റെ ഭാഗമായാലും ഏത് പൊളിറ്റിക്സിൻ്റെ ഭാഗമായാലും ഏത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായാലും പിണറായി വിജയനെ വിരട്ടണ്ട. പിണറായി വിജയൻ അത് ആലോചിച്ച് തന്നെ പറഞ്ഞതാണ്. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.